Dear friends, നമ്മൾ ഇന്ന് ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചു. അതിൻ്റെ കുറച്ച് പ്രോബ്ലംസ് ചെയ്യുകയാണ്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ട് പല കുട്ടികളും പറയാറുണ്ട്, സാറേ ഇങ്ങനെ പ്രോബ്ലംസ് ഒന്നും അധികം ചെയ്യേണ്ട കാര്യമുണ്ടോ? പ്രോബ്ലം ചെയ്താലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻട്രൻസ് എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ വളരെ എളുപ്പമുണ്ടാകും. പ്രോബ്ലം ചെയ്യുമ്പോഴാണ് നമ്മൾ സബ്ജക്റ്റ് കൂടുതൽ തറവാക്കുന്നത്. സോ അതുകൊണ്ടാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് പ്രോബ്ലത്തിലേക്ക് നോക്കാം. ഫസ്റ്റ് പ്രോബ്ലം, യു സീ വാട്ട് ഈസ് ദ ഫസ്റ്റ് പ്രോബ്ലം. ഫസ്റ്റ് പ്രോബ്ലം പറയുന്ന ഇതാണ്, എ ഇലക്ട്രോൺ ഈസ് ഫോളിങ് ത്രൂ എ ഇലക്ട്രിക് ഫീൽഡ്. ഇതാണ് ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസൊക്കെ പഠിക്കുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ ഇപ്പോൾ ഞാനത് ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് ചാർജും ഒരു നെഗറ്റീവ് ചാർജും ഉള്ള പ്ലേറ്റ് വെച്ചിട്ട് അതിലേക്ക് പ്ലേറ്റ് വെച്ച് കഴിയുമ്പോൾ ദർ വിൽ ബി എ ഇലക്ട്രിക് ഫീൽഡ് ഇൻ ദിസ് ഡയറക്ഷൻ ഫ്രം പോസിറ്റീവ് പ്ലേറ്റ് ടു നെഗറ്റീവ് പ്ലേറ്റ്. ഇതൊക്കെയാണ് കപ്പാസിറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. അതവിടെ നിൽക്കട്ടെ. സോ ദർ വിൽ ബി എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഇൻ ബിറ്റ്വീൻ ദീസ് ടു പ്ലേറ്റ്സ്. ഈ ഒരു പ്ലേറ്റിൽ നിന്നാണ് ഫസ്റ്റ് പ്രോബ്ലത്തിൽ പറയുന്ന ഇലക്ട്രോൺ ഫോൾസ്. ആൻ ഇലക്ട്രോൺ ഫോൾസ്. ആ ഇലക്ട്രോൺ ഫോൾ എന്ത് പറ്റും? ഈ ഇലക്ട്രോൺ ഇവിടെ നിന്ന് താഴത്തോട്ട് വീഴാൻ കാര്യം എന്താണ്? ദർ വിൽ ബി എ സ്ട്രോങ് അട്രാക്ഷൻ ബൈ ദിസ് പോസിറ്റീവ് പ്ലേറ്റ്. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഏത് ഡയറക്ഷനിലേക്ക് ദർ വിൽ ബി എ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഫോർ ദ ഇലക്ട്രോൺ. നെഗറ്റീവ് ചാർജാണ്. അപ്പോൾ എന്ത് പറ്റും? ഇറ്റ് വിൽ എക്സ്പീരിയൻസ് എ ഫോഴ്സ് ആൻഡ് ഇറ്റ് വിൽ എക്സ്പീരിയൻസ് ആൻ ആക്സലറേഷൻ. ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെടുക്കുന്ന സമയം എത്രയാണെന്നുള്ളതാണ്. ഇനി അതിൻ്റെ രണ്ടാമത്തെ പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോണിന് പകരം ഇതേ അറേഞ്ച്മെൻറ്റിൽ ദ ഇലക്ട്രിക് ഫീൽഡ് ഈസ് റിവേഴ്സ്ഡ്. എന്ന് വെച്ചാൽ ഇത് പോസിറ്റീവ് പ്ലേറ്റ് ആക്കി, ഇത് നെഗറ്റീവ് പ്ലേറ്റ് ആക്കി. സോ ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ വിൽ ബി ദിസ്. നൗ എ പ്രോട്ടോൺ ഈസ് ഫോളോയിങ്. ഇവിടെ പ്രോട്ടോണാണ് ഫോളോ ചെയ്യുന്നത്. ഇവിടെ മൈനസ് ഓഫ് ഇ ആണെങ്കിൽ ഇവിടെ ചാർജ് പ്ലസ് ഇ ആണ്. അത് ഫോളോ ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ സമയം എത്രയാണ്? ലെറ്റ് ഇറ്റ് ബി T2. അതെത്രയാണ്? ഇത് T1 ആണെന്നിരിക്കട്ടെ. ഇതാണ് ചോദ്യം. സോ ദിസ് ഈസ് കേസ് 1 ആൻഡ് ദിസ് ഈസ് കേസ് 2. സോ ലെറ്റ് us take കേസ് 1. See, this electron will experience a force when it due to the electric field. എന്ന് വെച്ചാൽ ഇവിടെ നിറയെ പോസിറ്റീവ് ചാർജസ് ആണ്. അപ്പോൾ ഇതിങ്ങനെ അട്രാക്ട് ചെയ്യും. There will be a force of attraction. What will be that force? Force is given by the formula F is equal to Q into E. And what is E? നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത് ഇതൊക്കെയാണ്. 1/4πε0 Q/r². ഇത് ഈ രണ്ട് ഫോർമുല നിങ്ങൾ നന്നായിട്ട് പഠിച്ചിരിക്കണം. F is equal to Q into E. യൂണിറ്റ് ചാർജ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സാണ് E. അങ്ങനെയാണെങ്കിൽ Q ചാർജ് ആണെങ്കിൽ എത്രയായിരിക്കും? Q into E. സോ ഇൻ ഫസ്റ്റ് കേസ് F is equal to Q into E. That is in the first case F will be equal to F of electron. Force experienced by the electron will be equal to 1.6 into 10 raised to minus 19. Minus of 1.6 into 10 raised to minus 19 into E. E is given by electric field എത്രയാണ്? E is equal to 3 into 10 raised to 4 Newton per Coulomb. അപ്പോൾ ഇയുടെ ഡയറക്ഷൻ ഇതാണ്. ഇലക്ട്രോൺ ഫോളോ ചെയ്യുന്ന ഇങ്ങോട്ടായതുകൊണ്ട് ഇറ്റ് ഈസ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് 3 into 10 raised to 4 Newton per Coulomb. So that will be equal to minus into minus will become plus. The force will be equal to 1.6 into 10 raised to minus 19 into 3 into 10 raised to 4 Newton. ഇത്രയും ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നതുകൊണ്ട് വാട്ട് വിൽ ഹാപ്പൻ? ദിസ് ഇലക്ട്രോൺ വിൽ ആക്സലറേറ്റ്. വാട്ട് വിൽ ബി ദ ആക്സലറേഷൻ? വി ഹാവ് F is equal to ma, where m is the mass of the electron. Mass of the electron you have to know, അതൊക്കെ അറിഞ്ഞിരിക്കണം. 9 into 10 raised to minus 31 kilogram. That is the mass of the electron. So A will be equal to F by m. F എത്രയാണ്? ഇതാണ്. M എത്രയാണ്? ഇതാണ്.
So what will be the acceleration? Acceleration will be equal to 1.6 into 10 raised to minus 19 into 3 into 10 raised to 4 divided by 9 into 10 raised to minus 31 kilogram. That will be equal to 5.3 into 10 raised to 15 meter per second square. This will be the acceleration. ഇപ്പോൾ നിങ്ങളൊന്ന് ഓർത്ത് ഇറ്റ് ഈസ് എത്ര വലിയ ആക്സിലറേഷനാണ്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് ഓൺലി 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. നൗ ഇറ്റ് ഈസ് 5.3 ഇൻറ്റു 10 റൈസ് ടു 15 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇതിൽ നിന്ന് ഇലക്ട്രിക്കൽ ഫോഴ്സ് എത്ര വലുതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ വലുതായതുകൊണ്ടാണ് നമുക്ക് വളരെ ഭാരമുള്ള ബുക്കും അല്ലെങ്കിൽ ഒരു പെട്ടിയൊക്കെ നമുക്ക് എടുത്ത് തൂക്കിയെടുക്കാൻ പറ്റുന്ന. ആ സമയത്ത് നമ്മളുടെ കൈയും ആ ബോഡിയുമായിട്ട് ദർ ഈസ് എ ഇലക്ട്രിക്കൽ ഫോഴ്സ്. അതുകൊണ്ടാണ് അത് അത്ര ബലമുള്ളതുകൊണ്ടാണ് ആ റിപ്പൾസീവ് ഫോഴ്സ് എർത്തിൻ്റെ ഗ്രാവിറ്റേഷനൊക്കെ വകവയ്ക്കാതെ നമുക്ക് പൊക്കാൻ പറ്റുന്നത്. മനസ്സിലായോ? അതവിടെ നിൽക്കട്ടെ. സോ ദിസ് ഈസ് എ. ആക്സിലറേഷൻ കിട്ടി, ഈ ടൈമാണ് കിട്ടിയത്. ദിസ് ഡിസ്റ്റൻസ് ഈസ് 4 സെൻറ്റിമീറ്റേഴ്സ്. This distance is 4 centimeters. So S is equal to 4 centimeters, equal to 4 into 10 raised to minus 2 meter. Now equations of motion അനുസരിച്ച് നമുക്കിപ്പോൾ A and S ഉണ്ട്. കാണേണ്ട എത്ര T ആണ്. So we have S is equal to ut plus half at square എന്നുള്ള ഫോർമുല അറിയാം. What will be the initial velocity? ഈ ഇലക്ട്രോൺ താഴത്തേക്ക് വീഴുമ്പോൾ what will be the initial velocity? U will be equal to 0. അത് കഴിഞ്ഞിട്ടാണ് താഴത്തേക്ക് ഇങ്ങനെ വീഴുകയാണ്. അപ്പോൾ S will be equal to, S is 4 meter per 4 into 10 raised to minus 2. 4 into 10 raised to minus 2 will be equal to U is equal to 0. So 0 into T plus half. What is A? 5.3 into 10 raised to 15 meter per second square into T square. So that will be equal to 4 into 10 raised to minus 2 is equal to 10 raised to minus 2 is equal to 5.3. 5.3 into 10 raised to 15 into T square by 2. So what will be T square? T square will be equal to 2 into 4 into 10 raised to minus 2 by 5.3 into 10 raised to 15. So what will be T? T will be equal to square root of 2 into 4 into 10 raised to minus 2 by 5.3 into 10 raised to 15 seconds. Answer is 1.6 into 10 raised to minus 7 seconds. This is the answer. So T1 will be equal to 1.6 into 10 raised to minus 7 seconds. ഇതേപോലെ തന്നെയാണ് രണ്ടാമത്തെ കേസും ചെയ്യേണ്ടത്. അവിടെ ഏതാണ് ഡിഫർ ചെയ്യുന്നത്? ദ മാസ് വിൽ ഡിഫർ. ബാക്കി എല്ലാം സെയിമാണ്. ഫീൽഡ് റിവേഴ്സ് ചെയ്യുമ്പോൾ ദിസ് വിൽ ബി പ്ലസ് 3.14. അപ്പോൾ ഇവിടുത്തെ ചാർജും പ്ലസ് 1.6 ഇൻറ്റു 10 raised to minus 9 ആണ്. ഇവിടെ മാസ് മാത്രമായിരിക്കും ഡിഫർ ചെയ്യുന്നത്. സോ ദർ വിൽ ബി എ ഡിഫറൻസ് ഇൻ ആൻസർ. സോ let us do the case 2. Case 2 il E is same is equal to 3 into 10 raised to Newton per Coulomb. And what is Q? Q is equal to 1.6 into 10 raised to minus 19 Newton. Now what will be force? F on proton, Fp will be equal to Q into E. That is will be equal to 1.6 into 10 raised to minus 19 into 3 into 10 raised to 4. ഇവിടെ രണ്ടിൻ്റെയും ഡയറക്ഷൻ, ഈയുടെ ഡയറക്ഷൻ, അതിൻ്റെ ഡയറക്ഷൻ ഓഫ് പാസേജ്, that is direction of the velocity is same, is equal to the direction of the
ഇലക്ട്രിക് ഫീൽഡ്. അതുകൊണ്ട് രണ്ടും പോസിറ്റീവ് ആവും. അപ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു ആൻഡ് ദാറ്റ് വിൽ ബി ഈക്വൽ ടു എഫ് പി എത്രയാണ് കിട്ടിയത്? ഓക്കെ. നൗ വാട്ട് വിൽ ബി ആക്സലറേഷൻ? F is equal to ma or A will be equal to F by m. Now what is the mass of proton? Mass of proton will be equal to 1.67 into 10 raised to minus 27 kilogram. This is the mass of the proton. നിങ്ങൾക്ക് ഒന്നെങ്കിലും പ്രോബ്ലത്തിൽ അത് തന്നിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം മാസ് ഓഫ് പ്രോട്ടോൺ ആൻഡ് ഇലക്ട്രോൺ. So here A of the proton, acceleration of the proton will be equal to 1.6 into 10 raised to minus 19 into 3 into 10 raised to 4 divided by 1.67 into 10 raised to minus 27 meter per second square. And the answer is, that value is, R of proton is 2.8 into 10 raised to 12 meter per second square. This is the acceleration of the proton. Then we have the formula S is equal to ut plus half at square. ഇവിടെ നമുക്ക് ടി കിട്ടി, അല്ല ടി ആണ് കണ്ടുപിടിക്കേണ്ടത്. എ കിട്ടി, യു അറിയാം, യു is equal to 0. So we can write S is equal to S മറ്റേത് തന്നെ 4 centimeters. This is S is 4 centimeters. അപ്പോൾ S is equal to 4 into 10 raised to minus 2 meter. So 4 into 10 raised to minus 2 will be equal to 0 plus half into A is 2.8 into 10 raised to 12 into T square. Then what will be T square? T square will be equal to 2 into 4 into 10 raised to minus 2 by A, that is 2.8 into 10 raised to 12. And what will be T? T will be equal to square root of. So T will be equal to square root of 2 into 4 into 10 raised to minus 2 by 2.8 into 10 raised to 12. And the answer is T2. This is T2. T2 will be equal to 1.69 into 10 raised to minus 7 seconds. This is the answer. T2 will be equal to 1.67 into 10 raised to minus 7 seconds. So ഇവിടെ T1ൻ്റെ ആൻസർ ഞാൻ പറഞ്ഞത് എഴുതിയപ്പോൾ തെറ്റിപ്പോയി, കാൽക്കുലേഷൻ ഒന്നും തെറ്റിയിട്ടില്ല. That will be 3.9 into 10 raised to minus 9 seconds. കാൽക്കുലേഷൻ അത് തന്നെ, ഞാൻ ആൻസർ അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആൻസർ എടുത്ത് എഴുതിയപ്പോൾ തെറ്റിപ്പോയതാണ്. സോ ആൻസർ ഈസ് T1 is equal to 3.9 into 10 raised to minus 9 seconds and T2 is equal to 1.67 into 10 raised to minus 7 seconds. അതായത് T1ൻ്റെ ഫോർമുല എഴുതിയായിരുന്നല്ലോ, അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഈ T2ൻ്റെ ഈ ബുക്കിൽ പേപ്പറിൽ എടുത്ത് അറിയാതെ എഴുതിപ്പോയതാണ്. So that is 3.9 into 10 raised to minus 9 seconds. ഓക്കെ, അപ്പോൾ നിങ്ങളിത് നോക്കുക. ഇനി നമുക്ക് രണ്ടാമത്തെ പ്രോബ്ലത്തിലേക്ക് കടക്കാം. ഓക്കെ, ഇനി നിങ്ങൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുക. വീഡിയോ പോസ് ചെയ്തിട്ട് അതൊന്ന് എഴുതിയെടുക്കുക. സീ ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. See, second question says that there is a square A, B, C, D and there are 4 charges placed at this point. Plus 5 microcoulomb, plus 5 microcoulomb,
minus 5 microcoulomb, minus 5 microcoulomb. ഇങ്ങനെ 4 ചാർജ് ഒരു സ്ക്വയറിൻ്റെ ചേർക്കുന്നത്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ സ്ക്വയർ? ലെങ്ത് ഓഫ് ദ സ്ക്വയർ ഈസ് 1 meter. Length of the square is 1 meter. Now the question is, you have to find out what is the electric field due to the 4 charges at the center of the square. ഇതാണ് center of the square. ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എത്രയാണെന്നാണ് ചോദ്യം. യു സി, നമ്മൾ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ അനുസരിച്ച് വി ഹാവ് ഫൗണ്ട് ദാറ്റ് കുറേ അധികം ചാർജുകൾ ഉണ്ടെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് എ പോയിൻ്റ് ഇങ്ങനെ 3-4 ചാർജ് ഉണ്ടെന്നിരിക്കട്ടെ ഇവിടെയൊക്കെ. അപ്പോൾ ഈ ഒരു പോയിൻ്റ് ഇവിടെ ഇങ്ങനെ 3-4 ചാർജ് ഉണ്ട്. ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി വിൽ ബി ഈക്വൽ ടു ഓരോ ചാർജും എന്ത് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഉണ്ടാക്കുന്നോ അതെല്ലാം കൂടി വെക്ടോറിക്കലായിട്ട് ഇങ്ങനെ കൂട്ടിയെടുക്കണം എന്നാണ് നമ്മൾ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിളിൽ പഠിച്ചത്. ദാറ്റ് ഈസ്, ഇൻ അതർ വേർഡ്സ്, E is equal to vectorical addition E1 plus E2 plus E3 plus so. ഇവിടെ 4 ചാർജാണ്. ഈ 4 ചാർജും ഇതിലുണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് അറിയാൻ നിങ്ങൾ ഓരോ കോർണറിലിരിക്കുന്ന ചാർജും എന്തുണ്ടാക്കും നോക്കാം. സോ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു charge at A, charge situated at A ഈ പോയിൻ്റ് O എന്നിരിക്കട്ടെ. O എന്ന് പറയുന്ന പോയിന്റിൽ ഈ 5 മൈക്രോകൂളംബ് എന്ത് ചാർജ് ഉണ്ടാക്കുമെന്ന് നമുക്ക് നോക്കാം. 5 മൈക്രോകൂളംബ് ഉണ്ടാക്കുന്ന ചാർജ് എങ്ങോട്ടായിരിക്കും? ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ് ആയിരിക്കും. സോ ദിസ് വിൽ ബി ദ ഡയറക്ഷൻ ഓഫ് ദ ചാർജ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. ദാറ്റ് വിൽ ബി ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. അപ്പോൾ ഇതറിയാനായിട്ട് എന്താണ് ഫോർമുല? E is equal to 1/4 pi epsilon 0 Q by R. E is equal to 1/4 pi epsilon 0 Q by R. ഇതാണ് നമുക്കറിയാവുന്ന ഫോർമുല. സോ ഫീൽഡ് അറ്റ് O due to A, let it be EA will be, idana EA is equal to 1/4 pi epsilon naught Q. What is Q? The value of 1/4 pi epsilon naught is 9 into 10 raised to 9 into, what is Q? 5 microcoulomb plus 5 microcoulomb is 9 10 raised to minus 6 microcoulomb by R square. What is the R? This distance, AO square. What is AO? AO square, AO എത്രയായിരിക്കും? See, this is 1 meter, so this is 1 meter. So what will be AC? AC will be equal to square root of 1 square plus 1 square. That is root 2. AC is equal to root 2. അപ്പോൾ AO will be equal to root 2 by 2 is equal to 1/√2 meter. അപ്പോൾ ഇതും 1/√2 meter ആണ്. ഇതൊരു സ്ക്വയർ ആയതുകൊണ്ട് ഇതും 1/√2 ആണ്. ഈ ഡിസ്റ്റൻസും 1/√2 ആണ്. ഈ ഡിസ്റ്റൻസും 1/√2 ആണ്. എല്ലാം 1/√2 meters ആണ്. ഓക്കെ. Now AO square will, that is equal to 9 into 10 raised to 9 into 5 into 10 raised to minus 6 by 1/√2 the whole square. 1/√2 the whole square is 1/2. 2 മുകളിലോട്ട് പോകും. So this will be equal to 2 into 9 into 10 raised to 9 into 5 into 10 raised to minus 6. The answer is EA is equal to, EA will be equal to, ഇത് കൂട്ടി എടുത്തു കഴിഞ്ഞാൽ EA will be equal to 9 into 10 raised to, it will be 9 into 10 raised to 4 Newton. 9 into 10 raised to Newton per coulomb. Electric field intensity ആണ്, അപ്പോൾ Newton per coulomb. So EA will be equal to 9 into 10 raised to 4 Newton per coulomb. ഇനി
നമുക്ക് ബി കൊണ്ടുള്ള കാണാം. ബിയുടെയും +5 ആണ്, ഡിസ്റ്റൻസ് 1/√2 ആണ്. സോ ദിസ് മാഗ്നിറ്റ്യൂഡ് വിൽ ബി ദ സെയിം. ദിസ് ഈസ് എലോങ് AO or AC. Now what will be EB? EBയുടെ മാഗ്നിറ്റ്യൂഡ് ഇത് തന്നെയാണ്, 9 × 10⁴ Newton per Coulomb along. എങ്ങോട്ടായിരിക്കും? That will be along this direction. ഇതാണ് EB. So along BD. Now what will be EC? EC നെഗറ്റീവ് ആണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ടുവേർഡ്സ് നെഗറ്റീവ്. അതായത് ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് വെച്ചാൽ ഇങ്ങോട്ടായിരിക്കും അട്രാക്ട് ചെയ്യുക. യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഞാൻ ഇവിടെ കൊണ്ടുവച്ചാൽ ഇങ്ങോട്ടായിരിക്കും അട്രാക്ട് ചെയ്യുക. ദാറ്റ് മീൻസ് ദിസ് വിൽ ബി ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. വാട്ട് വിൽ ബി ദ മാഗ്നിറ്റ്യൂഡ്? ഇതും 5 മൈക്രോ കൂളുംബ് തന്നെയാണ്, 1/√2 ഡിസ്റ്റൻസ് ആണ്. സോ EC വിൽ ബി ഓൾവേസ് ഈക്വൽ ടു 9 × 10⁴ Newton per Coulomb along which direction? This direction. അപ്പോൾ ഈ ഡയറക്ഷനിൽ തന്നെ ആയിരിക്കും ഈ സിയും ഈ എയും ഈ ഡയറക്ഷനിൽ തന്നെ. സോ ദാറ്റ് വിൽ ബി along AC, ഈ ഡയറക്ഷൻ. Now what will be ED? 9 × 10⁴ Newton per Coulomb along D. ഇത് മൈനസ് ആയതുകൊണ്ട് ഇങ്ങോട്ടായിരിക്കും അട്രാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങോട്ടായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. സോ ദിസ് വിൽ ബി ED along BD. നിങ്ങൾ ഇനിയൊന്ന് നോക്കിക്കേ ഈ ഫോഴ്സുകൾ എങ്ങനെയാണെന്ന്. This force is like this. ഇങ്ങനെ രണ്ട് ഫോഴ്സുകളാണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്. ദിസ് ഈസ് EB + ED. ഇത് EA + EC. ഇത് രണ്ടും ഒരേ ഡയറക്ഷൻ ആയതുകൊണ്ട് വെറുതെ നമുക്ക് വെക്ടോറിക്കലായിട്ട് ആഡ് ചെയ്യുമ്പോൾ വെറുതെ ആഡ് ചെയ്താൽ മതി മാഗ്നിറ്റ്യൂഡ്. സോ ലെറ്റ് ദിസ് ബി E1 ആൻഡ് ദിസ് ബി E2. ഇത് തമ്മിലുള്ള ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി. ഇത് 90 ഡിഗ്രി ആയിരിക്കും അല്ലേ. സോ വാട്ട് വിൽ ബി ദ റിസൾട്ടൻറ്റ് ഫോഴ്സ്? E വിൽ ബി ഈക്വൽ ടു, എന്താണ് റിസൾട്ടൻറ്റ് ഫോഴ്സിൻ്റെ ഫോർമുല? റിസൾട്ടൻറ്റ് ഫോഴ്സ് വെക്ടർ അനുസരിച്ച് ദിസ് വിൽ ബി ഈക്വൽ ടു A² + B² + 2AB cos θ. അതല്ലേ ഫോർമുല? θ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദം. അപ്പോൾ ഈ കേസിൽ ഇത് രണ്ടും കൂടി കൂട്ടുന്ന E2ഉം ഇത് രണ്ടും കൂടി കൂട്ടുന്ന E1 ആണെന്ന് ധരിച്ചാൽ E1² + E2² + 2E1 E2 cos 90. Cos 90 is 0. So this term will become 0. So E will be equal to √, E1² + E2². What is E1? E1 is equal to EA + EC. EA എത്രയാണ്? 9 × 10⁴ Newton per Coulomb plus 9 × 10⁴. This is that is equal to 18 × 10⁴ Newton per Coulomb. That is E1. What will be E2? E2 will be equal to same thing, 9 × 10⁴ plus 9 × 10⁴ is equal to 18 × 10⁴ Newton per Coulomb. This is E2. So E1 + E2² is, E will be equal to √of 18 × 10⁴ the whole square plus 18 × 10⁴ the whole square. And that will be equal to √of 2 × 18 × 10⁴ the whole square.
and that is equal to root 2 into 18 into 10 raised to 4. What is the Newton per Coulomb? And the answer of that is E will be equal to root 2 into 18.4 will be equal to 25.4 into 10 raised to 4 Newton per Coulomb. So this is the answer. അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്യൂ. ഇനി ആ തേർഡ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കൂ. അത് ഒന്ന് സ്റ്റിൽ ചെയ്തിട്ട് നിങ്ങളതൊന്ന് എഴുതിയെടുക്കൂ. Now we come to third question. A ring of radius r which is given as 10 centimeters. It is having a charge q which is equal to 5 into 10 raised to minus 9 coulombs. That is a charge. ഇങ്ങനെ ചാർജ്ഡ് റിംഗ് കൊണ്ട് ഉണ്ടാകുന്ന ഈ പോയിന്റിലെ ആക്സിയൽ ലൈനിലെ ഈ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എത്രയാണെന്നാണ്. ദിസ് ഇസ് എ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. യു നോ വാട്ട് ഇസ് ദ ഫോർമുല ഫോർ ദാറ്റ്. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഞാൻ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ അത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇ വിൽ ബി ഈക്വൽ ടു 1/4πε0 qx by x square plus r square the whole raised to 3/2. ഇവിടെ q is equal to 5 into 10 raised to minus 9 coulomb. Then 1/4πε0 it is 9 into 10 raised to 9. X is equal to, what is x? 15 centimeter is equal to 15 into 10 raised to minus 2 meter. What is r? R is equal to 10 centimeter is equal to 10 into 10 raised to minus 2 is equal to 10 raised to minus 1 meter. Now, so everything is there. So what we have to do? E will be equal to 1/4πε0 qx by x square plus r square whole raised to 3/2. That is equal to 9 into 10 raised to 9 into 9 into 10 raised to 9. Q is 5 into 10 raised to minus 9 coulomb into x is 15 into 10 raised to minus 2 divided by x square. X square is 15 into 10 raised to minus 2 the whole square plus r square is 10 raised to minus 1 the whole square, that is minus 1 the whole square, minus 2 1. So the entire 3/2. And the answer for this is, ഇതിൻ്റെ ആൻസർ വന്നിട്ട് 1152 ന്യൂട്ടൺ പെർ കൂളംബ്. ദിസ് വിൽ ബി ദ ആൻസർ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ ഈ ആൻസർ കിട്ടും. Now you look into the fourth question. ഇത് വീഡിയോ ഒന്ന് സ്റ്റില്ലാക്കിയിട്ട് നിങ്ങളതിൻ്റെ അതൊന്ന് എഴുതിയെടുക്കുക. Okay. Now let us see what is happening. A particle of mass, അതായത് 10 raised to 3 kilogram, 10 raised to minus 3 kilogram, 10 raised to minus 3 kilogram, 10 raised to minus 3 kilogram mass ഉള്ള ഒരു ചാർജ്, its charge and its charge is 5 micro coulomb. 1 gram വെയിറ്റും അതിനകത്ത് 5 മൈക്രോ കൂളംബ് ചാർജുള്ള ഒരു ബോഡി, ഒരു ബോള്, ഇറ്റ് ഈസ് ത്രോൺ എഗെയിൻസ്റ്റ് ദ ഇലക്ട്രിക് ഫീൽഡ്. ഇത് പോസിറ്റീവാണ്, എഗെയിൻസ്റ്റ് ദ ഇലക്ട്രിക് ഫീൽഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആയിരുന്നു. ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെയാണ്, അതായത് ഇവിടെ ഒരു പോസിറ്റീവ് പ്ലേറ്റും ഇവിടെ ഒരു നെഗറ്റീവ് പ്ലേറ്റും ഉണ്ടെങ്കിൽ ദിസ് വിൽ ബി ദ ഇലക്ട്രിക് ഫീൽഡ്.
അപ്പോൾ അങ്ങനെ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിന് എഗെയിൻസ്റ്റ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എഗെയിൻസ്റ്റ് ദ ഡയറക്ഷൻ ഓഫ് ദ ഇലക്ട്രിക് ഫീൽഡ്. എറിയുന്നതോ പോസിറ്റീവ് ചാർജാണ്. അപ്പോൾ വാട്ട് വിൽ ഹാപ്പൻ? ഇറ്റ് വിൽ എക്സ്പീരിയൻസ് എ റിപ്പൾസീവ് ഫോഴ്സ്. കാരണം ഇവിടെ കുറേ പോസിറ്റീവ് ചാർജുകൾ, അതിൽ നിന്നാണ് ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ വന്നതേ. അപ്പോൾ അങ്ങോട്ടാണ് ഒരു പോസിറ്റീവ് ചാർജ് എറിഞ്ഞു കൊടുക്കുന്നത്. സോ വാട്ട് വിൽ ഹാപ്പൻ? ഇറ്റ് വിൽ കം ബാക്ക്. ഇറ്റ് വിൽ എക്സ്പീരിയൻസ് എ റിട്ടാർഡിങ് ഫോഴ്സ്. ഒരു ഡിസലറേഷൻ അതിനുണ്ടാവും. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി 20 മീറ്റർ പെർ സെക്കൻഡ്. എന്ത് സംഭവിക്കും? ഇതിൻ്റെ സ്പീഡ് കുറഞ്ഞ് ദാറ്റ് വിൽ കം ടു റെസ്റ്റ്. ഇവിടെ നിന്ന് ഇവിടം വരെ എത്തിയെന്നിരിക്കട്ടെ. ഇവിടം വരെ എത്തിയെന്നിരിക്കട്ടെ. അവിടെ എത്തുമ്പോൾ എന്ത് പറ്റും? ഡ്യൂ ടു ദ റിപ്പൾസീവ് ഫോഴ്സ്, ഇതിൻ്റെ റിപ്പൾഷൻ കാരണം ഇതിൻ്റെ സ്പീഡ് കുറഞ്ഞ് വെലോസിറ്റി കുറഞ്ഞ് ഫൈനലി ഇറ്റ് വിൽ കം ടു റെസ്റ്റ്. അതൊരു മൊമെൻറ്റിലേക്ക് മാത്രമേ ഉള്ളൂ. ദെൻ ഇറ്റ് വിൽ റിട്ടേൺ ബാക്ക്. അപ്പോൾ ചോദ്യം ഇതാണ്, ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദിസ്, ആ മൊമെൻ്ററി ആയിട്ട് റെസ്റ്റിൽ വരുമ്പോൾ അത് എന്തുമാത്രം ദൂരം സഞ്ചരിച്ചു എന്നാണ് ചോദ്യം. സോ ലെറ്റ് us കാൽക്കുലേറ്റ് വാട്ട് ഈസ് ദ റിട്ടാർഡിംഗ് ഫോഴ്സ്. വാട്ട് ഈസ് ദ ചാർജ്? Charge Q is equal to 5 into 10 raised to minus 6 coulomb, 5 microcoulomb. Now what is the value of E? Force experienced by one unit positive charge is 2 into 10 raised to 5 Newton per coulomb. So what will be the force experienced in the opposite direction? F will be equal to Q into E. That will be equal to 5 into 10 raised to minus 6 into 2 into 10 raised to 5 Newton. That will be equal to 10 raised to 6 minus 6 10 raised to 1 minus 1 into 10. So that will be 1 Newton. 1 Newton force ആയിരിക്കും ഇതിനെ. Now what is the initial velocity? Initial velocity, ഞാൻ പറഞ്ഞൊരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ സ്റ്റെപ്പ് എഴുതി തന്നെ ചെയ്യണം. ഇനീഷ്യൽ വെലോസിറ്റി u is equal to 20 meter per second. വാട്ട് വിൽ ബി v? ഫൈനൽ വെലോസിറ്റി. ഇവിടെ നിന്ന് ഇവിടം വരെ എത്തി ഇവിടെ വരുമ്പോൾ റെസ്റ്റിലാകുകയാണ്. സോ ഫൈനൽ വെലോസിറ്റി, ആ മൊമെൻറ്റിൽ ഫൈനൽ വെലോസിറ്റി 0. സോ v is equal to 0. യു നോ ദ ഫോഴ്സ്. ഫോഴ്സ് അറിയാം, മാസ് അറിയാം. മാസ് m is equal to 10 raised to minus 3 kilogram. So what will be acceleration? A will be equal to F by m is equal to 1 by 10 raised to minus 3 kilogram. So that will be meter per second square. That is equal to 10 raised to 3 meter per second square. That is the acceleration. Now we have to find out S. V square minus u square is equal to 2as, equations of motion. So 0 square is equal to 0 square minus what is u? 20 square is equal to 2 into 10 raised to 3 into s. So s will be equal to here the acceleration is deceleration. So this will be minus 10.3. Okay. So minus and minus will get cancelled. This will become positive. So minus 20 square into 10 raised to minus 3. So that will be equal to 20 into 2400 will be equal to 2 into 10 raised to 3s. S will be equal to distance travelled. This S will be equal to 400 divided by 2 into 10 raised to 3. That will be equal to 200 into 10 raised to minus 3 meters. That will be equal to 0.2 meter. This will be the answer. S will be equal to 0.2 meter. Note down.